ഹായ് ഹലോ ഗുഡ് ഈവനിങ്. എല്ലാവരും ഹാപ്പിയായി? വർക്കൊക്കെ കഴിഞ്ഞോ? നമ്മളമ്മായി ചമയ്ക്കണ്ട്. ഞാൻ കൈയും കാലും മുഖമൊക്കെ കഴുകി ഫ്രഷായി അമ്പലത്തിലേക്ക് പോകാൻ പോകാം. നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോയാലോ? ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇന്നെടുത്തില്ല. എൻ്റെ കുട്ടികളൊക്കെ എന്നെ മറന്നു പോലെ. നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞ മാതിരി ഇഷ്ടപ്പെട്ടിട്ട് തുടങ്ങിയൊരു യൂട്യൂബാണ്. ആ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് പാടുപെടുന്ന ഒരാളാണ് ഞാൻ. 3 വർഷമായി. അപ്പോൾ 2 വർഷം എന്തായാലും കഴിഞ്ഞ്. അപ്പോൾ നമുക്കിതൊന്ന് പിന്തിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അത് നമുക്ക് മുന്നേറണം. അപ്പം നമുക്ക് എന്ത് അസുഖങ്ങൾ വന്നാലും എന്ത് വിഷമങ്ങൾ വന്നാലും നമ്മൾ അതൊന്നും വകവെക്കാണ്ട് നമ്മളെ യൂട്യൂബിനോട് പിണങ്ങാണ്ട് വീഡിയോ ഇട്ടും കൊണ്ടേ നിൽക്കണം. എന്നാലേ നമ്മളെ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും തന്നുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിന്ന് അമ്പലത്തിൽ വിളക്കെത്തിക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. നമുക്ക് എന്ത് തന്നെ വന്നാലും, എന്തൊരു സുഖേട് വന്നാലും, എന്തൊരു ടെൻഷൻ വന്നാലും നമുക്ക് പോയിട്ട് അഭയം പ്രാപിക്കാനുള്ളൊരു സ്ഥലമാണ് നമ്മളെ അമ്പലം. അത് വലിയൊരു പുണ്യമാണ് എന്നുള്ളത് നമുക്ക് ഓരോ കാര്യത്തിലും നമ്മളെ ദൈവം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ പോയാൽ നമ്മളെ സങ്കടങ്ങളും അസുഖങ്ങളും ഒക്കെ മാറും. അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ അമ്പലത്തിൽ പോയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ റെഡ് ആയിട്ട് നിൽക്കുകയാണ്. കുറിയും സിന്ദൂരൊക്കെ നമ്മൾ അവിടെ നിന്ന് തൊടും. സിന്ദൂരം രാവിലെ തൊട്ടുണ്ട്. എന്നാലും ഞാൻ കുറേ മാറിയിടുന്ന കാരണമില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും എത്ര കഴിയാലും. അപ്പോൾ നമുക്ക് വിളക്കെത്തിക്കുമ്പോൾ കാണാം. എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എപ്പോഴും നല്ലതും സന്തോഷങ്ങളും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. പക്ഷേങ്കിൽ എന്താ അറിയില്ല കേട്ടോ, എനിക്ക് ഒന്നരാടമായിട്ട് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ, എനിക്കും ഉണ്ടാവട്ടെ, ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ ഒന്നരാടായിട്ട് നമുക്ക് ചെറിയ എന്താ പറയുക, ഓരോ വയ്യായികളും വിഷമങ്ങളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മളെ കാലം എന്താ വെച്ചാൽ ഈ ലോകം തന്നെ അങ്ങനെയാണല്ലോ. സന്തോഷവും സങ്കടങ്ങളും സുഖേടും ഹാപ്പിനെസ്സും എല്ലാം കൂടി നിറഞ്ഞതാണ്. അപ്പം എല്ലാത്തിലും നമ്മൾ പൊരുത്തപ്പെട്ടു പോവുക എന്നതാണ് നമ്മുടെ ഈ ജീവിതമാകുന്ന ഭൂമിയിലേക്ക് നമ്മൾ ജീവിത നാടകത്തിലേക്ക് വന്നതാണ്. അതിലെല്ലാം നടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനുള്ളതാണ്. അപ്പം നമ്മൾ യൂട്യൂബിലൊരു നടനം ഇന്ന് നമ്മൾ വീഡിയോയുടെയാണ്. നമ്മളെ വീഡിയോ എല്ലാവരും കാണണം. എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പി ആയിരുന്നാൽ തന്നെ ഞാനും ഹാപ്പിയാണ്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ, ഇന്നലെയല്ല ഇന്നിട്ട്, കാരണം ഞാൻ 2 ദിവസം മുമ്പ് എടുത്തുവെച്ച വീഡിയോ, എൻ്റെ അമ്മേൻ്റെ കൂടെ പോയപ്പോൾ എടുത്തുവെച്ച വീഡിയോ ആയിരുന്നു അത്. പക്ഷെ ഞാൻ 2 ദിവസം വീഡിയോ ഇടാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ യൂട്യൂബിലെ കുഞ്ഞുങ്ങൾ എന്നെ മറന്നുപോലെ എനിക്ക് കിട്ടുന്ന വാച്ചിങ് ടൈമൊക്കെ കുറഞ്ഞു പോകും. അപ്പോൾ ഞാൻ വേഗം ആ വീഡിയോ എഡിറ്റ് ചെയ്ത്, അപ്പോൾ ഞാൻ ലാസ്റ്റ് എൻഡിങ് ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് വാട്സപ്പിലും മെസ്സേജ് വരുന്നുണ്ട്, പിന്നെ എന്ത് പറ്റി, എന്താ സംഭവം, എൻ്റെ മുഖം ഒന്ന് വാടിയാൽ എന്നെ വിളിക്കുന്ന എൻ്റെ ഉണ്ണിയേട്ടൻ്റെ ഫാമിലിയിലെ കുഞ്ഞുങ്ങളാണ്. അവരെ ഞാൻ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ അടുത്തു നിന്നാണ് എൻ്റെ കുട്ടികൾ വിളിച്ച് ചോദിക്കണേ, മെസ്സേജ് അയക്കാണ്. അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കണം. ഒന്നുമില്ല, ചെറിയൊരു വയ്യായൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. നമുക്ക് അമ്മയിനൊന്ന് കണ്ടാലോ? നമ്മൾ നിൽക്കുകയാണ് കേട്ടോ, നമ്മൾ അകത്താണ്. അപ്പം പാട്ടും തോറ്റും ഫുഡ് വീഡിയോ ഒന്നുമില്ല, ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നതായിരിക്കും. നമുക്ക് ഈ ജീവിതം, ഈ ലോകത്തിലെ നാടകമാവുന്ന ജീവിതം നമ്മൾ ജീവിച്ചും അഭിനയിച്ചും ഒക്കെ തീർക്കാനുള്ളതാണ്. അത് നമ്മൾ തീർക്കുന്നതായിരിക്കും. നമുക്ക് അമ്മയിനൊന്ന് കാണാട്ടോ. അപ്പം നമ്മൾ ഡെക്സ ബേബി ഇന്നലെ കുളിച്ച് സുന്ദരനും സുമുഖനും ആയിട്ടിരിക്കുകയാണ്. ഇമ്പളെ സീവാവിന് അകത്തേക്ക് കിടത്തി. എന്താ പറയുക, 2 ദിവസം മുന്നേ ഞാനൊരു പഴം പൊരീൻ്റെ ഉണ്ടാക്കിയിട്ട് ഒരു ഇച്ചിരി ഫ്രിഡ്ജ് കൊണ്ടുവച്ചിന്. ബാക്കിയുള്ള അത് ഞാൻ
വൈകുന്നേരം ഒന്ന് അടുപ്പത്തിട്ടിട്ട് കൈയും കാലും മുഖവും കഴുകാൻ പോയപ്പോൾ എനിക്ക് മറന്നുപോയി കത്തിക്കരിഞ്ഞു പോയ പഴപ്പത്തിരി. അത് തന്നാൻ പറ്റുമെന്നറിയില്ല. ആകെ ഒന്നുള്ളൂ, ഇത് വേസ്റ്റ് ആയി പോണ്ടാച്ചിട്ട് ചുട്ടതാണ്. സീവാവ ഉറങ്ങി കുലായിന്ന് അവനെ അങ്ങോട്ട് കൊണ്ടുവന്നു. ബേബി ഉണ്ടോ കുളിച്ച് സുന്ദരനായിട്ട് കുപ്പായൊന്നും ഇട്ടില്ല, ഒക്കെ ഇട്ടുതരും കേട്ടോ അമ്മ, ഒക്കെ ചെയ്തു തരും. അമ്മൻ്റെ കുട്ടികൾക്ക് അമ്മയില്ലാണ്ട് ആരാ ചെയ്തു തരാളെ. ഇതാ ഇവിടെ അമ്മായിക്കുട്ടി. ഹായ് പറയേ. ഗുഡ് ഈവനിങ്. ഇനിയിപ്പോൾ എന്താ പ്ലാന് പറയേ? അടുത്ത പ്ലാൻ എന്താ? വിളക്ക് കത്തിക്കണം, നാമം ചൊല്ലണം. ഓക്കെ. മോൻ അടിച്ചു വെച്ച ജ്യൂസാണ്. അതിലിതാ ഇത് ഇടണം, സിയാസീഡ്. ചൊല്ലുന്നുണ്ടോ? ഇതിപ്പം പുലർത്തിയിട്ടാ എല്ലാവരും കഴിക്കുക, ഓന് പുലർത്താണ്ടിടാനാ പറയാ. അപ്പൊ ഇന്ന് ഏകാദശിയാണ്. തിരുവാതിരന്റെ മുന്നേ ഉള്ള എന്താ ഏകാദശിയാണ് സൗത്തെടുത്തിയ? ഗുരുവായൂർ ഏകാദശി അല്ല, തിരുവാതിര ഏകാദശി. പിന്നെ എന്താണ് സ്വർഗവാതിൽ ഏകാദശി. നമ്മൾ സ്വർഗത്തിലെത്തത്ര നമുക്ക് ഇല്ല ഇന്നാ. അപ്പൊ നമ്മള് ഇന്ന് അതെടുത്തിട്ടുണ്ട്. ഏകാദശി ആയിരുന്നു. നമ്മളെ എൻ്റെ നാത്തു ഗീതമോള് നമുക്ക് രാവിലെ തന്നെ പുഴുക്ക് പുഴുങ്ങി, എവിടെ നിന്ന് പറയാം, ഫറോക്കിന്ന് ഞമ്മക്ക് ഇവിടെ പുഴുക്കെത്തി എന്നുള്ളതാണ്. അപ്പം മേമ കൊണ്ടുപോയി കണ്ടോ, ഇലയിലൊക്കെ വാട്ടിയിട്ട് എല്ലാവരും കഴിച്ച ബാക്കിയാണ് കേട്ടോ. ഇതിൽ ചേമ്പുണ്ട്, കാവത്തുണ്ട്, പൂളുണ്ട്, എല്ലാം കൂടി ഇട്ടൊരു പുഴുക്കായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ സ്വർണ്ണേച്ചി കൊണ്ടുവന്ന ഉപ്പുമാവാട്ട കഴിച്ചത്. സ്വർണ്ണേച്ചിക്ക് ഞാൻ ചപ്പാത്തിയും ചുട്ടെടുത്ത് ഈ പുഴുക്കും വെച്ചെടുത്ത്. പിന്നെ ഇത് രാവിലെ ഇച്ചിരി കഴിച്ചിട്ടാ. അപ്പം എല്ലാവരും ഇന്ന് ഏകാദശി എടുത്തോ. ഏകാദശി എടുത്താലും നമുക്ക് സ്വർഗവാതിൽ ഏകാദശി കേട്ടോ. ഇനി നമ്മൾ തിരുവാതിരൻ്റെ മുന്നോടിയായിട്ടുള്ള ഏകാദശിയാണ്. നമുക്ക് തിരുവാതിര ഏകാദശി പൂർണ്ണമായിട്ട് കിട്ടണം. നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പെൺകുട്ടികളെ എടുക്കണം. പിന്നെ തിരുവാതിര അത് നമ്മൾ കല്യാണം കഴിഞ്ഞതിൻ്റെ മുന്നേ എടുത്ത് നല്ല ഭർത്താവിനെ കിട്ടിയിട്ടും നമ്മൾ എടുക്കുന്നത് നമ്മളെ ഭർത്താവിന് വേണ്ടിയിട്ട് നല്ലത് തരാൻ വേണ്ടിയിട്ട്. പിന്നെ മകേരി മക്കൾക്ക് വേണ്ടി. അതൊക്കെ നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളിത് പോയാലോ? പൂജാരി കുളിച്ച് വന്നില്ല, എന്നിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോവാൻ. നമ്മൾ ചെടിയെല്ലാം നനച്ച് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമാണ് ഈ നിലമൊക്കെ നനയ്ക്കട്ടോ. നനച്ചിട്ട് കഴുകിയിടും. ഇവിടെ സീവാവ ഇവിടേക്ക് ഇറങ്ങണല്ലേ, അപ്പോൾ രാവിലെ കഴുകിടാൻ പറ്റില്ല. അപ്പം നമുക്ക് അമ്പലക്ക് പോവാം. നമ്മളെ പൂന്തോട്ടമാണ് കേട്ടോ, അതൊക്കെ കുഞ്ഞു പൂന്തോട്ടമാണ് കേട്ടോ. പൂക്കളില്ലാത്ത പൂന്തോട്ടം അല്ലേ. പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് വെള്ളക്കണിപ്പൂ. ഇത് വിരിഞ്ഞിട്ട് കാണിക്കാട്ടോ, ഞാൻ എൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ നിൽക്കണം. ഇവിടെ നമ്മൾ ഗുളികേന് വിളക്കെത്തിക്കാൻ ഞാനാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് എണ്ണ. രാവിലെ വിളക്കൊക്കെ കഴുകും കേട്ടോ. കിണ്ടിയിൽ വരെ വെള്ളം വയ്ക്കും, വൈകുന്നേരം കഴുകണ്ട. ഗുളിക എന്ന് പറഞ്ഞാൽ നമ്മളെ സർവേശ്വരൻ്റെ ഒരു അവതാരമാണെന്നാണ് നമ്മുടെ മകൻ കൈലാസ്നാഥ് പറഞ്ഞത്. ഈ പാട്ടയിലാണ് കേട്ടോ നമ്മളെ തിരികെട്ടൊക്കെ. ഇത് ഗുളികനിടുന്ന പൈസ ഞാൻ അതിലിട്ടേക്കും. എന്നിട്ട് കുറേ ആകുമ്പോൾ നമ്മൾ അകത്ത് കൊണ്ടൊക്കെ. ഇവിടെ മണ്ണാരൊന്നുമില്ലാന്ന് ഗുളികന്. അമ്പ ദേവിക്ക് മണ്ണാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിളക്കെത്തിച്ചാലോ? നമ്മൾ വിളക്ക് എത്തിച്ച് നമ്മൾ കൊല്ലത്തിൽ വൈറ്റ് വാഷൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ
മാർച്ച് ആകുമ്പത്തിന് തോതിലാവും. നമുക്ക് ചന്ദനത്തിരി കത്തിച്ചാലോ? ചന്ദനത്തിരി സർവേശ്വര ജഗദീശ്വര പരമേശ്വര കൈലാസനാഥന് പാർവതി കാണ്ടന് ത്രികാലദർശന അർദ്ധനാരീശ്വര ഓമേശ്വര ഓമേശ്വര. ഇവർക്ക് പിണക്കൊന്നുമില്ല കേട്ടോ. ഞാനാണ് ഇവിടെ വിളക്കത്തിക്കുക. രാവിലെ വൈകുന്നേരം ഞാനാണ് കത്തിക്കാം. നമ്മളെ മാനത്ത് മൂൺ നമ്മളെ അമ്പിളി മാമൻ എല്ലാവർക്കും കാണുന്നതാണ്. നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് തെളിഞ്ഞു. അമ്പലത്തിൻ്റെ കവാടാട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. മൂപ്പര് വിളക്കത്തിക്കുന്ന ഇഷ്ടമല്ല. എൻ്റെ മോനാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളെ അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. കല്യാണ സൗന്ദര്യമാണിത്. ഇത് നമുക്ക് ഇവിടെ ഒരു വാഴ ഉണ്ട്. ഈ നിലം ഇങ്ങനെ പിച്ചും. കുഞ്ഞു വാഴയൊന്നും പിച്ചും എന്നും വേണ്ടേ. ഇത് നമ്മൾ വെള്ളം നെറ്റിട്ട് മുടി വെച്ചാണ് കേട്ടോ. ഇത് കുങ്കുമം, നല്ല കളറ് കുങ്കുമം കേട്ടോ. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഈ കളറാണ് കുങ്കുമം. നല്ല കുങ്കുമല്ലേ, നല്ല കളറാണ്. നമ്മൾ രാവിലെ പൂവൊക്കെ വെക്കുന്നത് നമുക്ക് വാടിപ്പോയതാണ്. ഇതിൽ വെള്ളമൊക്കെ അണ്ണാങ്കോട്ട വന്ന് കുടിക്കുന്ന കേട്ടോ. നമ്മൾ രാവിലെ അമ്പലത്തിൽ ചന്ദനൊക്കെ ചാലിച്ചിട്ട് ബാക്കിയുള്ള കേട്ടോ. വൈകുന്നേരം അതില്ല. വൈകുന്നേരം നമ്മൾ ഭസ്മം ഞാൻ വിളക്കത്തി ചപ്പം വരും. കാക്ക തിരിയെടുത്തുണ്ടാവാം. വായിപ്പിക്കണം. അമ്മൻ ജപിക്കുന്ന അമ്മായി ലൈറ്റ് ഇട്ടൂടെ ഞാൻ. ഹലോ. അപ്പം നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് വന്ന് നമ്മളെ കരിഞ്ഞപ്പം ഇങ്ങനെ കാരി തിന്നണം. ഇങ്ങനെ ഒഴിവാക്കിയിട്ട് രസമുണ്ട് കേട്ടോ. പക്ഷെ കരിഞ്ഞു പോയി. ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കയ്യും കാലും മുഖമൊക്കെ കഴുകി അങ്ങനെ കളയാൻ പണിക്കൊക്കെ പോയി മറന്നുപോയി. കരിയണ മണം കേട്ടിട്ട് പോയി കഴിക്കണം. അപ്പോൾ ഊണാണോ? നമ്മൾ മോൻ ജ്യൂസ് കഴിക്കണേ. ഞാനും അമ്മായി ഇതാ. അമ്മായി കറിഞ്ഞ അമ്മായിക്ക് ഞാൻ കാരണം നിന്ന് കാരി നമ്മൾ പണ്ട് തേങ്ങയൊക്കെ കാരിക്കുന്നില്ല. അതേമാതിരി അങ്ങനെ തിന്നണുള്ളൂ കേട്ടോ. പിന്നെ അതങ്ങോട്ട് ഒഴിവാക്കും. അപ്പം നമ്മൾ കഥയൊന്നും പറഞ്ഞില്ല. നമുക്ക് സുഖമില്ലേനെന്ന് പറഞ്ഞില്ലേ. സുഖമില്ലാനോ വയ്യായേനോ ഉപ്പൊക്കെ മാറി 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് കത്തിക്കയറ്റി വരാം കേട്ടോ. ബായ്. നമ്മളെ ധ്യാരിൻ്റെയും ധീരുവിൻ്റെയും ബർത്ത്ഡേ ആയിട്ട് കേക്ക് കൊണ്ടുവന്നു കേട്ടോ. കേക്ക് കട്ടിങ്ങിനൊക്കെ വിളിച്ചിന്. ഞാൻ പോയില്ല. വയ്യാത്തതിനെ കൊണ്ട് പോവാ. അപ്പോൾ മക്കൾ കൊണ്ടുവന്നാണ് പായസം.